ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷ്യാംസ് വേൾഡ് ഓഫ് ജോയ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഇഞ്ചി ഒരു ചെറിയ പീസ്, പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ സവോള. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിൽ കുറച്ച് കടലമാവിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യം കുറച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ആദ്യം തന്നെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴച്ചെടുക്കാൻ പാടായിരിക്കും. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കടലമാവിൻ്റെ അളവും കൂടിപ്പോയില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. നമ്മളിതിൽ ഒട്ടും വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഉള്ളിയിൽ നിന്ന് വന്ന വെള്ളം തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ കൂടെ കടലമാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിവട തയ്യാറാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിവട തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പാകത്തിനായിരിക്കണം ഉള്ളിവടയ്ക്ക് വേണ്ടി കുഴച്ചെടുക്കേണ്ടത്. അതുകൂടെ ശ്രദ്ധിക്കണം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉള്ളിവടയായി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. കയ്യിൽ കുറച്ചെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ഉള്ളിവടയുടെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിവട മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഉള്ളിവട കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഉള്ളിവടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിവടയുടെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറിച്ചിട്ട് മറ്റേ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉള്ളിവടകൾ കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.